ഫസ്റ്റ് ഓൺ 24 കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. മിഥില ബാലൻ കോഴിക്കോട് ചെയ്യുന്നു. മിഥില, താമരശ്ശേരിയിലെ ഡോക്ടറെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഈ കുട്ടിയുടെ പിതാവ്. നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഒരു ചികിത്സാ പിഴവ് ഈ ഘട്ടത്തിൽ നമുക്ക് സംശയിക്കാമോ? സുഹേലെ, അത്തരമൊരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, അന്ന് ആ കുഞ്ഞിനെ അവിടെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ആ കുടുംബം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നത് രാവിലെ 10:15 അവിടെ എത്തിക്കുന്നു. കുഞ്ഞിന്റെ ആരോഗ്യനില മോശമായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയില്ല, കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന ആരോപണമായിരുന്നു ആ സമയം മുതൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഏറ്റവും ഒടുവിൽ ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഈ ഡോക്ടറെ ആക്രമിച്ച സമയത്ത് ഈ കുഞ്ഞിന്റെ മാതാവ് പറഞ്ഞ ഒരു കാര്യം എന്നത്, ഒരാഴ്ച മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചെത്തിയപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടർ പറഞ്ഞത് അമീബിക് മസ്തിഷ്ക ജ്വരമല്ല കുഞ്ഞിന്റെ മരണകാരണം, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അത് എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തെ തുടർന്നാണ് ഇത്തരത്തിൽ സനൂപ് ഈ ഡോക്ടറെ ആക്രമിച്ചത് എന്ന് കുഞ്ഞിന്റെ അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ്: ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയ കാരണമാണ് ഈ കുഞ്ഞ് മരിച്ചതെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സിൽ ഉള്ളത്. ആ സമയത്ത് ഈ സനൂപിനെ അറസ്റ്റ് ചെയ്ത സമയത്തും സനൂപ് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം എന്നത് തന്റെ കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചത് എന്ന് കണ്ടെത്തണം, അതുമാത്രമാണ് തന്റെ ആവശ്യം എന്നായിരുന്നു. ഈ ഒരു ഡോക്ടറെ ആക്രമിച്ചതിന് പിന്നാലെ ആശുപത്രിയിൽ നിന്നും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സമയത്തെല്ലാം തന്നെ സനൂപ് പറഞ്ഞ ഒരു കാര്യം, തന്റെ കുഞ്ഞ് എങ്ങനെ മരിച്ചു, അമീബിക് മസ്തിഷ്ക ജ്വരമല്ല തന്റെ കുഞ്ഞിന്റെ മരണകാരണം എന്ന് പറയുന്നു. അപ്പോൾ കുഞ്ഞ് എങ്ങനെ മരിച്ചു എന്നത് അറിയണം എന്ന കാര്യമായിരുന്നു ഈ സനൂപ് ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സമയത്തെല്ലാം തന്നെ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങളുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരമല്ല മരണകാരണം, ഇത്തരത്തിലുള്ള ഒരു ന്യൂമോണിയ ആണ് ഈ ഒരു കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. മരിക്കും വരെ 4ാം ക്ലാസ്സുകാരിക്ക് രോഗം എന്താണെന്ന് നിർണ്ണയിക്കാൻ പോലും സാധിച്ചില്ല എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ചികിത്സാ പിഴവടക്കമുള്ള ആരോപണങ്ങൾ കുടുംബം ഉയർത്തുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.